ഞാൻ കുറേ വർഷം മുമ്പ് ഒരു ഏതാണ്ടൊരു 89 വർഷം മുമ്പുള്ള ഒരു ഡിസംബർ മാസത്തിലേക്ക്, തണുത്ത ഡിസംബർ ആവണത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. സ്ഥലം കണ്ണൂരാണ്. കണ്ണൂർ പിണറായി എന്ന ഗ്രാമമാണ്. പിണറായി എന്ന ഗ്രാമം ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം. അന്നല്ല, അങ്ങനെ അറിയപ്പെടാത്ത ഒരു മലയോര ഗ്രാമം ആണ്. ആ പിണറായി ഗ്രാമത്തിലെ അതിലും ചെറിയൊരു ഗ്രാമം, ഒരു കുഗ്രാമം എന്ന് വിളിക്കാവുന്നതാണ് പാറപ്പുറം. പാറപ്പുറത്തിൻ്റെ പ്രത്യേകത, അതൊരു ജനവാസമില്ലാത്ത, ജനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു കാട്ടുപ്രദേശമാണ്. 3 ചുറ്റിനും പുഴയാണ്, അഞ്ചരക്കണ്ടി പുഴയാണ്. ഒരു വശത്ത് കാടാണ്. ഇതുകൊണ്ട് തന്നെ അതൊരു പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ട, ഒരു മനുഷ്യനും വളരെ വേഗത്തിൽ കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു പ്രദേശം. തീരെ ആൾപ്പാർപ്പില്ലാത്ത സ്ഥലമല്ല. കാരണം ആ പ്രദേശത്ത് ഒരു കൊച്ചു വായനശാലയുണ്ട്. ആ വായനശാലയുടെ പേര് വിവേകാനന്ദ വായനശാല. അപ്പോൾ ഒരു വായനശാല ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അവിടെ അത്യാവശ്യം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്കറിയാം, ഈ പ്രദേശമൊക്കെ ഇപ്പോഴും വളരെ വളരെ പിന്നോക്ക എന്ന് വിളിക്കാവുന്ന, വികസനം എന്ന് വിളിക്കാവുന്ന ഒന്നും എത്തിച്ചേരാത്ത ഗ്രാമമാണ്. ആ പാറപ്പുറം എന്ന് പറഞ്ഞാൽ ആ പ്രദേശം, നേരത്തെ പറഞ്ഞ പ്രദേശം, ഇതിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഒരു യോഗം നടക്കുകയാണ്. ആ സ്ഥലത്ത് നടക്കാൻ കാരണം ഇതുതന്നെയാണ്. അവിടെ ആർക്കും വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയില്ലാത്ത സ്ഥലം. പോലീസുകാർക്ക് പ്രത്യേകിച്ച്, ബ്രിട്ടീഷ് പോലീസ്, മലബാറാണ്, ബ്രിട്ടീഷ് അധീനതയിലുള്ള സ്ഥലമാണ്. നമ്മുടെ തിരുവിതാംകൂർ പോലെയല്ല. അപ്പോൾ ബ്രിട്ടീഷ് പോലീസുകാർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത, റൗഡികൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത, അല്ലെങ്കിൽ എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടുള്ള, അഥവാ എത്തിച്ചേർന്നാൽ തന്നെ പെട്ടെന്ന് അറിയാൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. അത് അവിടുത്തെ ആ യോഗത്തിന് അത്യാവശ്യമാണ്. ആ യോഗം ഒരർത്ഥത്തിലൊരു രഹസ്യ യോഗമാണ്. ആ യോഗത്തിലേക്ക് ആൾക്കാരെ വീണ്ടും സംശയങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ യോഗത്തിനോട് ചേർന്ന ഒരു സ്കൂളിൽ സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു സമ്മേളനം, ഒരു അധ്യാപക സമ്മേളനം നടത്തുന്നുണ്ട്. കാരണം ജനം വരാനും ആൾക്കാർ വരാനും ഒക്കെ ഇടയുള്ളൊരു സ്ഥലമായതുകൊണ്ട് അത് എന്തിനാകാം എന്ന് മനുഷ്യർ ആലോചിച്ചാൽ, സംശയിച്ചാൽ അത് ഈ യോഗത്തിനാവും എന്ന് പറയാൻ വേണ്ടിയിട്ടാവണം. അങ്ങനെ ആ ഡിസംബർ വൈകുന്നേരം സന്ധ്യയോടെ ഈ യോഗം ചേരുകയാണ്. അന്ന് ചരിത്രം പിറക്കുന്ന യോഗമാണ്. ആ കൊച്ചു ഗ്രാമത്തിൽ, അതിലും കൊച്ച് വായനശാലയിൽ, ആ വായനശാലയിലെ ഒരു മുറിയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിനെ മാറ്റിക്കുറിച്ച, കേരളത്തിനെ കേരളമാക്കിയ ഒരുപാട് വ്യക്തികൾ ഒത്തുചേർന്നിരുന്ന യോഗം കൂടുകയാണ്. ആ യോഗത്തിലാണ് അന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജന്മം കൊള്ളുന്നത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്ന കേരളത്തിലെ പ്രസ്ഥാനം, കോൺഗ്രസിൽ നിന്ന് കൂടുതൽ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾക്കും വേണ്ടി, നയങ്ങൾക്കും വേണ്ടി രൂപീകരിച്ച, ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാം ചേർന്ന് രൂപീകരിച്ച കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭാരവാഹികളാണ് അതിൽ പലരും. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരാണ്. ഇവരെല്ലാവരും ചേർന്ന് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകുകയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് നിരോധിതമാണ്. അന്ന് യുദ്ധം 939 939ൻ്റെ പ്രത്യേകത, 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയം. സെപ്റ്റംബറിലാണ് അഡോൾഫ് ഹിറ്റ്ലർ, ജർമ്മനിയുടെ ഹിറ്റ്ലർ, പോളണ്ടും ചെക്കോസ്ലോവാക്യയുടെ ഭാഗമായിരുന്ന സുഡറ്റൻ ലാൻഡും രണ്ടും ആക്രമിച്ച് കീഴടക്കുകയാണ്. ഇത് ഞങ്ങളുടെ ആണ് എന്ന് പറഞ്ഞ് കീഴടക്കുകയാണ്. അങ്ങനെയാണ് 2ാം ലോക മഹായുദ്ധം ഔപചാരികമായി പൊട്ടിപ്പുറപ്പെടുന്നത്. അത് കഴിഞ്ഞ് 2 മാസമേ ആയുള്ളൂ. യുദ്ധമായതോടുകൂടി പലതരത്തിലും, അതിനു മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ 1925 തന്നെ രൂപം കൊണ്ടിരുന്നു. അതിനുശേഷം പലതരത്തിലുള്ള പോലീസ് മർദ്ദനങ്ങളുടെയും പോലീസിൻ്റെ അടിച്ചമർത്തലിൻ്റെയും ഒക്കെ ഭാഗമായി പലതരം കേസുകൾ, പലതരം ഗൂഢാലോചന കേസുകളൊക്കെ ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചിരുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകുക എന്ന് പറയുന്നത് ഒരു നിരോധിത പ്രവർത്തനമായിരുന്നു. അതിനു മുമ്പ് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഗ് രൂപപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട്ടെ ഒരു പച്ചക്കറിക്കടയുടെ മുകളിൽ 4 പേർ ചേർന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആദ്യത്തെ ഒരു പാർട്ടി യൂണിറ്റ് ഉണ്ടാക്കുന്നു. പക്ഷേ ഔപചാരികമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനിച്ച് വീണത് ആ വിവേകാനന്ദ
ആ കൊച്ചു ലൈബ്രറിയിൽ, ആ കൊച്ചു വായനശാലയിൽ, ആ പുഴക്കരയിലുള്ള കൊച്ചു വായനശാലയിലാണ്. അതിൽ പങ്കെടുത്തവർ 42 പേരാണ് പ്രതിനിധികളായി പങ്കെടുത്തത്. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കേരളത്തിനെ മാറ്റിത്തീർത്ത മനുഷ്യർ ആയിരുന്നു ഇവരെല്ലാവരും. അതിൽ പി കൃഷ്ണപിള്ളയുണ്ട്, EMS ഉണ്ട്, കെ ദാമോദരനുണ്ട്, ഉണ്ണിരാജയുണ്ട്, അങ്ങനെ ഒരുപാട് പേര്. നമുക്കെല്ലാവർക്കും പിന്നീട് കേരളത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് കേരളത്തിനെ മാറ്റിമറിച്ച മനുഷ്യരുടെ ഒരു വലിയ നിര. ആ കൂട്ടത്തിൽ ഒരു 23 വയസ്സുകാരൻ, ഒരു തമിഴ് ബ്രാഹ്മണൻ, ഒരുപക്ഷെ അന്ന് മാത്രമേ ഒരു തമിഴ് ബ്രാഹ്മണനെ ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്, ഉണ്ടായിരുന്ന 23 വയസ്സുകാരനായ സുബ്രഹ്മണ്യ ശർമ്മ. ആ 23 വയസ്സുകാരൻ്റെ 110ാം ജന്മദിനവും 29ാമത് ചരമവാർഷികവുമൊക്കെയാണ് ഇന്ന് നമ്മൾ ഓർക്കുന്നത്. ഇന്ന് നമ്മൾ ആചരിക്കുകയോ ആഘോഷിക്കുകയോ, അല്ലെങ്കിൽ ചാന്തി ചേച്ചി പറഞ്ഞ പോലെ ഓർമ്മകളിലൂടെ ആ കാലത്തെയും ആ കാലത്തെ വലിയ മനുഷ്യരെയും ഒക്കെ ഓർക്കുന്നത്. വളരെ അസാധാരണ വ്യക്തിത്വങ്ങളായിരുന്നു ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ 10-40 പേരിലെല്ലാം. ഒന്ന് ആലോചിച്ചാൽ ഒരുതരം റെനൈസൻസ് പേഴ്സണാലിറ്റീസ് എന്ന് പറയും, നവോത്ഥാന വ്യക്തിത്വങ്ങൾ. ഒരേ സമയം 1000 അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ, ഒരുപാട് മേഖലകളിൽ ഒരുപോലെ പ്രവർത്തിക്കുകയും ഒരുപോലെ വലിയ വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത മനുഷ്യർ, അവരാണ് റെനൈസൻസ് പേഴ്സണാലിറ്റീസ് എന്ന് വിളിക്കുന്നത്, നവോത്ഥാന വ്യക്തികൾ എന്ന് വിളിക്കുന്നത് അവരെയാണ്. അവരൊരേ സമയം രാഷ്ട്രീയ പ്രവർത്തകരാണ്, അവർ സാഹിത്യകാരാണ്, സാംസ്കാരിക പ്രവർത്തകരാണ്, ഗായകരാണ്, നർത്തകരാണ്, പാട്ടുകാരാണ്, അവർ ശാസ്ത്രത്തിൽ താല്പര്യമുള്ളവരാണ്, ലോകസമാധാനത്തിൽ താല്പര്യമുള്ളവരാണ്, വിദ്യാഭ്യാസത്തിൽ താല്പര്യമുള്ളവരാണ്. താല്പര്യം മാത്രമല്ല, ഇതിനു വേണ്ടി അവർ സ്വയം ഇങ്ങനെ നമ്മുടെ ചുറ്റിനുമുള്ള മനുഷ്യരെയും നമ്മുടെ ചുറ്റിനുമുള്ള സമൂഹത്തെയും കുറച്ചും കൂടി ഒന്ന് ഭേദപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ജീവിതം എന്ന്, അതാണ് എൻ്റെ കർമ്മം, എൻ്റെ ദൗത്യം, എൻ്റെ ജീവിത ദൗത്യം എന്ന് വിശ്വസിച്ച് അതിന് നേരെ വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും സസന്തോഷം നേരിടുകയും, അതിനുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ അതിന് പട്ടിണിയുണ്ട്, അതിനുള്ള പീഡനങ്ങളുണ്ട്, ജയിൽവാസമുണ്ട്, തൂക്കുമരമുണ്ട്, ഇതെല്ലാം സസന്തോഷം സ്വീകരിച്ച് ഈ ചുറ്റിനുമുള്ള കുറച്ച് മനുഷ്യരുടെ ജീവിതം കുറച്ചും കൂടി സമ്പുഷ്ടമാക്കാൻ, കുറച്ചും കൂടി ഭേദപ്പെടുത്താൻ, അല്പം കൂടി ഭക്ഷണം നൽകാൻ, അല്പം കൂടി ആസ്വദിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ കുറേ മനുഷ്യർ ഈ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ മാത്രമല്ല പല നാടുകളിലും ഉണ്ടായിരുന്നു. ഇവരൊക്കെയാണ് വാസ്തവത്തിൽ നമ്മളെ ഇന്ന് നമ്മളാക്കി തീർത്തത്. നമുക്കിന്ന് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളുടെയും സ്വാതന്ത്ര്യങ്ങളുടെയും അവകാശങ്ങളുടെയും ഒക്കെ പിന്നിൽ ഇങ്ങനെ കുറേ മനുഷ്യർ അധ്വാനിച്ചത്. അവരിൽ ഈ 23 വയസ്സുള്ള, ഇന്നിപ്പോൾ നോക്കുമ്പോൾ അതൊരു വളരെ ചെറുപ്പം, ഇങ്ങനെയുള്ള ശർമാജിയെ പോലെ, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ഒരുപാട് പേരുകൾ, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഈ നവോത്ഥാന വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ വളരെ രസകരമായ ഒരു സംഗതിയാണ്. ചരിത്രത്തിൽ നോക്കുമ്പോൾ ചരിത്രത്തിനെ മാറ്റാൻ ഇങ്ങനെ എല്ലാ വഴികളിലൂടെ നടന്നു പോയ മനുഷ്യർ അധികം പേരുണ്ടാവില്ല. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാവാം. ശർമാജി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വളരെ അസാധാരണമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എല്ലാ ജാതി മതക്കാരും കേരളത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചുള്ളൊരു ആരോപണം തന്നെ ഏറെക്കാലം ഇതൊരു ബ്രാഹ്മണ മേധാവിത്വത്തിൽ ആയിരുന്നു ഈ പാർട്ടി എന്നുള്ളതിന് പല കാരണങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ കേരളത്തിലെ ഏറ്റവും കുറച്ച് പേർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലേക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കോ വന്ന ഒരു സമുദായമാണ് ഈ തമിഴ് ബ്രാഹ്മിൻ സമുദായം. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അസാധാരണമായിട്ടുള്ള ഒരവസ്ഥയിൽ നിന്ന്, ഒരു പശ്ചാത്തലത്തിൽ നിന്നൊരാൾ കമ്മ്യൂണിസ്റ്റുകാരനാവുക മാത്രമല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ കടന്നുപോയി അതിൻ്റെ എല്ലാ പോരാട്ടങ്ങളിലും അതിൻ്റെ എല്ലാ ദുരിതങ്ങളിലും ഒക്കെ കടന്നു പോകാൻ ചങ്കുറപ്പുണ്ടായിരുന്ന ഒരു മനുഷ്യനെ എന്തൊക്കെയാണ് അദ്ദേഹത്തെ രൂപപ്പെടുത്തിയത് എന്നുള്ളത് വാസ്തവത്തിൽ ചരിത്ര വിദ്യാർത്ഥികൾക്ക് വളരെ വളരെ രസകരമായിട്ടുള്ള, വളരെ ആവേശകരമായിട്ടുള്ള ഒന്നാണ്. 2-3 ഈ തമിഴ് ബ്രാഹ്മണർ നമ്മുടെ കേരള ചരിത്രത്തിൽ വലിയ മാറ്റം വരുത്തി 2-3 പേരുണ്ട് എങ്കിലും രാഷ്ട്രീയ കേരളത്തിൽ. അതിലൊരാൾ KCS മണിയാണ്. സർ CPA അദ്ദേഹത്തിൻ്റെ സർവപ്രതാപത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ വെട്ടി ഇവിടെ നിന്ന്
ഓടിക്കുകയും സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ഒരു ആശയത്തിന് അവസാനം കുറിക്കുകയും ചെയ്ത ഒരാൾ ആണ് അമ്പലപ്പുഴക്കാരൻ KCS മണി. പിന്നെ ജസ്റ്റിസ് കൃഷ്ണയ്യർ, അദ്ദേഹം ഈ പറഞ്ഞ പോലെ കേരളത്തിലെ സാമൂഹ്യ പ്രസ്ഥാനത്തിനും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിനും എല്ലാം വലിയ സംഭാവനകൾ ചെയ്ത. പക്ഷേ ശർമാജിയുടെ പ്രത്യേകത, ശർമാജിയുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം വളരെ, ശർമാജി ഒരു ശൂന്യതയിൽ നിന്ന് ഈ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളല്ല. ശർമാജിയുടെ അച്ഛനാണ് അതിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്തത്. അദ്ദേഹത്തിനെക്കുറിച്ചുള്ള ഈ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സ്മരണികയുണ്ട്. അതിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തലശ്ശേരിയിലെ അഭിഭാഷകനായിരുന്നു, ശങ്കരയ്യർ. പക്ഷെ അദ്ദേഹം വലിയ ഒരു ഉൽപ്പതിഷ്ണുവും പുരോഗമന വിശ്വാസിയും ഒക്കെ ആയിട്ടൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ആനി ബെസന്റിൻ്റെ ഹോം റൂൾ പ്രസ്ഥാനത്തിൽ ആകർഷ്ടനായി, അങ്ങനെ ഗാന്ധിസത്തിൽ, അങ്ങനെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ, സ്വാതന്ത്ര്യ സമരത്തിൽ ആകർഷ്ടനാകുന്നു. അതോടൊപ്പം തന്നെ സാധാരണ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്കും തൊഴിലാളികളുടെ ജീവിതത്തിലും തൊഴിലാളികളുടെ ബുദ്ധിമുട്ടിലും ഒക്കെ ആകർഷ്ടനായി. തൊട്ടടുത്തുള്ള നെയ്ത്തുകാരുടെ അവകാശങ്ങളിൽ സഹായിക്കാൻ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ ഒരു പശ്ചാത്തലം ആണ് ശർമാജി ആക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിന് ഈ അടയാറിലുമൊക്കെ നടന്ന ഈ ആനി ബെസന്റിൻ്റെ തിയോസഫിക്കൽ സൊസൈറ്റി സമ്മേളനങ്ങളിൽ കൊണ്ടുപോകുന്നുണ്ട്. വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഗാന്ധിയെക്കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഒക്കെയുള്ള അറിവ് വളരെ കുട്ടിയാവുമ്പോൾ തന്നെ അദ്ദേഹത്തിലേക്ക് പകർന്നു നൽകിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സുഹൃത്തായിരുന്നു സഖാവ് P. കൃഷ്ണപിള്ള. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഏത് വഴിയാണ് ശർമാജി ആയത് എന്നുള്ളത്. P. കൃഷ്ണപിള്ള കേരളത്തിലെ ഒരു എന്താ പറയുക, ഒരു ഐന്ദ്രജാലിക കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഒരുതരം മാജിക്കൽ പേഴ്സണാലിറ്റി ആയിരുന്ന ഒരു മനുഷ്യരാണ്. ഈ വൈക്കത്തെ ഒരു അതിസാധാരണമായ കുടുംബത്തിൽ ജനിച്ച് കേരളം മുഴുവൻ നടന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തുക മാത്രമല്ല, ഒരുതരം കാന്തിക ശക്തിയോടെ, മാസ്മരികമായ ഒരു കാന്തിക ശക്തിയോടെ അദ്ദേഹം തൻ്റെ പ്രസ്ഥാനത്തിലേക്ക്, തൻ്റെ ആശയങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിക്കുകയും ഒക്കെ ചെയ്ത ഒരു മനുഷ്യരാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നവരാണ് വാസ്തവത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ പിന്നീട് വന്ന ഏറെ പേരും. എൻ്റെ അച്ഛനടക്കം. എൻ്റെ അച്ഛനൊരു ഒരു ഉറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു. UC കോളേജിൽ പഠിക്കുമ്പോൾ ആലുവ UC പഠിക്കുമ്പോൾ അച്ഛൻ കോൺഗ്രസ്സുകാരനാണെങ്കിലും അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിൽ PK വാസുദേവൻ നായരുണ്ട്, മലയാറ്റൂർ രാമകൃഷ്ണനുണ്ട്, MM ചെറിയാനുണ്ട്. പക്ഷേ അച്ഛൻ ഇവരൊക്കെ എത്ര ശ്രമിച്ചിട്ടും ഇല്ല, ഞാൻ കോൺഗ്രസ്സാണ് എന്ന് പറഞ്ഞ് ഇവരുമായി തർക്കിച്ച് ഒക്കെ ജീവിച്ച കാലമാണത്. ഓഗസ്റ്റ് വിപ്ലവത്തിൻ്റെ, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെയൊക്കെ കാലത്ത് അതിശക്തമായ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ആളായിരുന്നു വന്നു. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ചുള്ള തമാശ പറയുന്നത്, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക്, സ്റ്റുഡൻസ് ഫെഡറേഷനിലേക്ക് കൊണ്ടുവരണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ PKവയും മലയാറ്റൂരും ഒക്കെ ചേർന്ന് ഒരു ദിവസം സഖാവ് കൃഷ്ണപിള്ളയെ കൊണ്ടുവന്നു. അപ്പോൾ ഇദ്ദേഹം എല്ലാവരുമായും തർക്കിച്ച് നടക്കുകയാണ്. ഞാനില്ല എന്ന് പറയുകയാണ്. P. കൃഷ്ണപിള്ളയെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കയറ്റി വിട്ടു, PKവയും ഒക്കെ ചേർന്ന്. അങ്ങനെ ഒരു 1-2 മണിക്കൂർ നേരം അവിടെ വളരെ സുദീർഘമായ ചർച്ച, വാദം, പ്രതിവാദം, തർക്കം എല്ലാം കഴിഞ്ഞു. പൂർണ്ണമായിട്ടും പിന്നെ കാണുന്നത് PKവയൊക്കെ പിന്നെ കാണുന്നത് P. കൃഷ്ണപിള്ളയുടെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ പെട്ടിയും എടുത്തുകൊണ്ട് P. ഗോവിന്ദപിള്ള നടന്നു വന്ന് അവിടുത്തെ ഫെറിയിൽ വന്ന് തോണി കടത്തി വിടുന്ന P. ഗോവിന്ദപിള്ളയാണ് പിന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് എന്ന്. അത് മലയാറ്റൂർ അതിനെ അനശ്വരമാക്കി 5 സെൻറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനോഹരമായ നോവൽ വാസ്തവത്തിൽ UC കോളേജിലെ ആ 40കളിലെ സ്റ്റുഡൻസ് ഫെഡറേഷൻ രാഷ്ട്രീയത്തിൻ്റെ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ P. കൃഷ്ണപിള്ള ഇപ്പോൾ ഒരുപാട് പേര് കേരളത്തിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരെല്ലാം എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാജിക് പോലെ, ഒരു പൈപ്പറിനെ പോലെ അദ്ദേഹം ഓരോ കമ്മ്യൂണിസ്റ്റ്, അതിൻ്റെ നല്ല അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്, പിന്നെ ഇങ്ങനെ ആകർഷിച്ച് കൊണ്ടുവന്നു എന്നുള്ളത്. അങ്ങനെ ആ P. കൃഷ്ണപിള്ള ആണ് വാസ്തവത്തിൽ ഇദ്ദേഹത്തെ, ശർമാജിയെ, കമ്മ്യൂണിസത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നത്. അച്ഛൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ്. ഇതിനകത്ത് ഈ സ്മരണികയിൽ പറയുന്ന ഒരു വളരെ രസകരമായ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ സംഗീത താല്പര്യം വാസ്തവത്തിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണെന്നാണ്. ഇതിന് എഴുതിയിരിക്കുന്ന ആരുടെ ലേഖനമാണെന്ന് ഞാൻ മറന്നുപോയി. പക്ഷേ ആ ലേഖനത്തിൽ പറയുന്നത് ഇദ്ദേഹം വലിയ സംഗീത ഭ്രാന്തനായിരുന്നു. ശർമാജി. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ
പുല്ലാങ്കുഴൽ വായിക്കുമായിരുന്നു. വീടിൻ്റെ മുൻവശത്തിരുന്ന് അദ്ദേഹം പുല്ലാങ്കുഴൽ വായിക്കുന്നത് കേട്ടിട്ടുണ്ട്. പി കൃഷ്ണപിള്ളയും വലിയ സംഗീത പ്രേമിയായിരുന്നു. ഈ സംഗീതം കേട്ടും ശങ്കരയ്യരുമായിട്ടുള്ള സൗഹൃദവും ഒക്കെ ആയിട്ട് ആണ് അദ്ദേഹം പി കൃഷ്ണപിള്ള വരുന്നതും. അന്ന് അങ്ങനെ ക്രമേണ അദ്ദേഹം ഇങ്ങനെ ആകർഷണത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ ആകർഷണ വലയത്തിലേക്ക് എങ്ങനെ ശർമാജിയെ കൊണ്ടുവന്നു എന്നുള്ളതിനെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ശർമാജി ആണെങ്കിൽ ഈ സ്കൂളിൽ, ബ്രണ്ണൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ, തലശ്ശേരിയിലെ ബ്രണ്ണൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ ഈ അച്ഛൻ്റെ സ്വാധീനവും, ഈ പിന്നെ തലശ്ശേരിയാണ് സ്ഥലം, വടക്കേ മലബാർ അന്ന് യുദ്ധത്തിൻ്റെ മുമ്പ് ആയതുകൊണ്ട് ഒരുപാട് സമരങ്ങളുടെയും ഒക്കെ ഒരു അല്ല, രണ്ടാം ലോക മഹായുദ്ധത്തിനൊക്കെ മുമ്പാണ് ഞാൻ പറഞ്ഞത്. ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യം, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് തന്നെ പലതരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്കുടെ വിളഭൂമിയാണ്. അപ്പോൾ ഇദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച്, ഈ കൊച്ചു പയ്യനാണെന്ന് ഓർക്കണം, അദ്ദേഹം ഖദർ വസ്ത്രം ധരിച്ചു തുടങ്ങുന്നു. അവിടെ നടന്ന സമരത്തിന്, ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നടന്ന പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് സ്കൂളിലെ വിദ്യാർത്ഥി സമരത്തിൽ പങ്കാളിയാകുന്നു. ഇങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ബുദ്ധിയും വിവേകവും ഒക്കെ ഉറയ്ക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വീക്ഷണം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വളരെ കൃത്യമായി അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് സ്കൂളിൽ വെച്ച് തന്നെ ഇങ്ങനെ അദ്ദേഹം പിന്നെ കോളേജിലേക്ക് പോകുന്നു. കോളേജിൽ പോകുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ അണ്ണാമല സർവകലാശാല ഇന്ത്യയിലെ ഏറ്റവും പഴയ സർവകലാശാലകളിൽ ഒന്നാണ് അണ്ണാമല യൂണിവേഴ്സിറ്റി. ആ അണ്ണാമല സർവകലാശാലയിലാണ് പഠിക്കാൻ അച്ഛൻ അദ്ദേഹത്തെ അയക്കുന്നത്. അവിടെ ഇംഗ്ലീഷ് ഓണേഴ്സ്. അവിടെ വെച്ച് വീണ്ടും വലിയ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ, വളരെ സജീവമല്ലെങ്കിലും വിദ്യാർത്ഥി എന്ന നിലയ്ക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുന്നു. അത് അന്നൊരു കൃത്യമായ പാർട്ടി രാഷ്ട്രീയത്തിനപ്പുറത്ത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും പുരോഗമന രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ തുടക്കകാലമാണ്. അവിടെ വെച്ച് തന്നെ ഒരുപാട് വളരെ ഉദ്ബുദ്ധരായിട്ടുള്ള, ഉൽപ്പതിഷ്ണുക്കളായ ഒരുപാട് അധ്യാപകർ, സഹപാഠികൾ ഒക്കെയുള്ളൊരു കോളേജാണ് അണ്ണാമല യൂണിവേഴ്സിറ്റി. അവിടെ വെച്ച് വീണ്ടും അദ്ദേഹം പി കൃഷ്ണപിള്ളയെ EMSനെയും കാണുന്നുണ്ട്. അവരൊരു സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ വരികയും അദ്ദേഹം ശർമാജിയുടെ ഒപ്പം താമസിക്കുകയും പിന്നീട് അവിടെ കോമ്രേഡ് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബ് ഉണ്ടാക്കുകയും അന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ ചലനങ്ങളിൽ വളരെ സജീവമായി ഇടപഴകുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ സൃഷ്ടിയാവുകയൊക്കെ ചെയ്തത് ഈ അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിൽ വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇത് കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് അദ്ദേഹം ആലോചിക്കുന്നത്, എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത്, സമൂഹത്തിൻ്റെ പുനഃസൃഷ്ടിക്ക് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് എങ്ങനെയാണ് എന്നെ സ്വയം അർപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ള ആലോചനയുടെ ഭാഗമായി അദ്ദേഹം പണ്ഡിറ്റ് നെഹ്റുവിനൊരു കത്ത് അയക്കുന്നുണ്ട്. പണ്ഡിറ്റ് നെഹ്റുവിന് കത്ത് അയക്കുന്നതല്ല അത്ഭുതം, പക്ഷെ പണ്ഡിറ്റ് നെഹ്റു അതിന് മറുപടി അയക്കുന്നു ഈ കൊച്ചു പയ്യൻ്റെ ഒരു കത്തിനെന്നുള്ളത്. ആ കത്ത് ഈ സ്മരണികയിൽ പിന്നെ ചേർത്തിട്ടുണ്ട്. വാസ്തവത്തിൽ രോമാഞ്ചം ഉണ്ടാക്കുന്നതാണ് ആ കത്തിൽ വായിക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ചില സാമൂഹ്യ സാമ്പത്തിക പ്രവർത്തനത്തിൽ സഹകരിക്കാൻ അവരുടെ ഒരു പുതിയ ഒരു സമിതിയുണ്ട്. ആ സമിതിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് അദ്ദേഹം ഇവിടെ നിന്ന്, ഈ തലശ്ശേരിയിലെ ഒരു പയ്യൻ അയക്കുന്ന കത്തിന് ജവഹർലാൽ നെഹ്റു അന്ന് അറിയാം ഏറ്റവും തിരക്കിട്ട സമയം, അന്ന് അദ്ദേഹം ആഗോള യാത്രയ്ക്ക് പോവുകയാണ്. ഒരു സ്പെയിനിലേക്ക് ലോക സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചില സമ്മേളനത്തിന് പോവുകയാണ്. ആ പോകുന്നതിന് മുമ്പ് സാമാന്യം നീണ്ട ഒരു മറുപടി കത്ത് അദ്ദേഹം അയക്കുകയാണ്. അതിനകത്ത് പറയുന്നത്, ശർമാജിയോട് പറയുന്നത്, വളരെ സന്തോഷമുണ്ട് നിങ്ങളിങ്ങനെ ഒരു രാജ്യത്തിനും സമൂഹത്തിനും ഉതകുന്ന ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവാണെന്നറിഞ്ഞതിൽ. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഈ സമിതിയിൽ വന്ന് പ്രവർത്തിക്കുന്നതിന് പകരം ഞാൻ അങ്ങനെയൊന്നും പ്രവർത്തിക്കണം നിങ്ങളോട് പറയുക പോലുമില്ല. നിങ്ങൾ സ്വയം തീരുമാനിക്കുക ഇതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാനാകും, അതിനെങ്ങനെ ഞാൻ സ്വയം എന്നെ പാകപ്പെടുത്താനാകും, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പോഴേ വന്ന് സമിതിയിൽ പ്രവർത്തിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു ജീവിതം എങ്ങനെയാണ് തുടങ്ങേണ്ടത്, ഇങ്ങനെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് തൻ്റെ ഈ പ്രദേശത്ത് തുടങ്ങേണ്ടത് എന്ന് സ്വയം തീരുമാനിക്കുക എന്നുള്ളത് വളരെ വളരെ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു കത്ത് ആണ് നെഹ്റു അദ്ദേഹത്തിന് മറുപടിയായിട്ട് അയക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നുണ്ട് പ്രസ്ഥാനത്തിലേക്ക്, പ്രവർത്തനത്തിലേക്ക്. പക്ഷേ
തിരഞ്ഞെടുക്കേണ്ട ജോലി നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. അത് ഈ ഒരു ലക്ഷ്യം വെച്ച് ഈ ഒരു മൂല്യബോധത്തോടെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് തന്നെയാണ് കഴിയുക. ആ കത്ത്, അതൊരു അമൂല്യമായ കത്ത് ഈ സ്മരണികയിലുണ്ട്. അപ്പോൾ ആ കത്തിനെ പറ്റി പിന്നീട് ഇതിനകത്ത് മറ്റാരോ പറയുന്നത്, അതോടുകൂടി അദ്ദേഹം ആദ്യം വളരെ വളരെ നിരാശനാവുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ഒരു വലിയ ലക്ഷ്യവും വലിയ പദ്ധതിയൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് എടുത്ത് ചാടുമ്പോൾ, അന്നത്തെ കാലം ഈ ചെറുപ്പത്തിൻ്റെതായ ഒരു ആവേശം, ഒരു സാഹസികത, ഇങ്ങനെ ആവേശഭരിതനായി എങ്ങനെയാണ് എടുത്ത് ചാടേണ്ടത് എന്ന് ആലോചിക്കുന്ന സമയത്ത് ഇതൊരു വളരെ നിരാശാജനകമായ, എന്നെ തണുപ്പിച്ച് കളഞ്ഞല്ലോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആലോചന എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം പിന്നെ ചെയ്യുന്നത്, അദ്ദേഹം അത് കഴിഞ്ഞ് പി കൃഷ്ണപിള്ള അദ്ദേഹത്തിനെ വീണ്ടും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പിടിച്ചാനയിച്ച് കൊണ്ടുപോകുന്നത് കോഴിക്കോട് പ്രഭാതം എന്ന അന്നത്തെ പാർട്ടിയുടെ പത്രവുമായിട്ട് സഹകരിച്ച് പത്രത്തിൽ പ്രവർത്തിക്കാനുള്ള, അതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം വളരെ കൂടുതൽ നിർവചിക്കപ്പെട്ടതും കൂടുതൽ ദിശാബോധമുള്ളതുമായി മാറുകയാണ്. കൂടുതൽ ഇടതുപക്ഷത്തിൻ്റെ വളരെ സംശയരഹിതമായി അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരു സമയമാണ്. അവിടെ വെച്ച് പ്രഭാതം പത്രം എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും കമ്മ്യൂണിസ്റ്റ് സ്ഥാപകരുമൊക്കെ ബന്ധപ്പെടുന്ന ഒരു 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 സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ വെച്ച് അദ്ദേഹം ഈ നേതാക്കളുമായിട്ടെല്ലാം വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുക മാത്രമല്ല, അവിടെ വെച്ച് അദ്ദേഹം തൊഴിലാളി സംഘടനാ പ്രവർത്തനം, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൊക്കെ വളരെ കണ്ഠം മുഴുകുകയാണ്. പൂർണ്ണമായിട്ടും അദ്ദേഹം വീണ്ടും സ്വയം സമർപ്പിക്കുന്നത് അവിടെ ആരംഭിക്കുന്നു. പിന്നീട് മദിരാശിക്ക് പാർട്ടി, അന്ന് മദിരാശി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അന്ന് മലബാർ മദിരാശിയുടെ ഭാഗമാണ്, മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. മദ്രാസ് നഗരത്തിലേക്കാണ് ഇവിടുത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒരുപാട് പേര് അന്ന് മദ്രാസിലേക്ക് അവിടുത്തെ പാർട്ടി വളർത്താനും തൊഴിലാളി സംഘടനകളെ ശക്തിപ്പെടുത്താനും വിദ്യാർത്ഥി സംഘടനകളെ ശക്തിപ്പെടുത്താനും ഒക്കെ കേരളത്തിൽ നിന്ന്, അന്ന് കേരളമായിട്ടില്ല, മലബാറിൽ നിന്ന് ഒരുപാട് തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകർ ഒരുപാട് പോയിട്ടുണ്ട്. അതിലൊരുപാട് പേർ വളരെ പ്രശസ്തരായി മാറി. പിന്നീട് അവിടുത്തെ തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ, മദിരാശിയുടെ ഇടതുപക്ഷ ചരിത്രത്തിൽ തന്നെ വലിയ സ്ഥാനം വഹിച്ചവരാണ് ഇവരിൽ പലരും. അങ്ങനെ അദ്ദേഹം അവിടേക്ക് പോവുകയും അവിടെ AKGയുമായിട്ട് വളരെ അടുത്ത ബന്ധത്തിൽ തമിഴ്നാട്ടിൽ അന്നത്തെ മദിരാശിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായി മുന്നോട്ട് പോവുകയും അതിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ, ഇപ്പോൾ റെയിൽവേ സമരമൊക്കെ, റെയിൽവേ തൊഴിലാളി സംഘടനയൊക്കെ വളരെ ഐതിഹാസികമായ ചരിത്രമാണ് പിന്നെ ഇന്ത്യൻ തൊഴിലാളി വർഗ ചരിത്രത്തിൽ തമിഴ്നാട്ടിലെ റെയിൽവേ തൊഴിലാളികളുടെ ഉള്ളത്. അതിലൊക്കെ സജീവമായ പങ്ക് വഹിച്ചുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് മാറുകയും പാർട്ടിയുടെ ഇതുപോലെയുള്ള, കാരണം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലികൾ സ്വീകരിക്കുകയും ഒരേ സമയത്ത് അദ്ദേഹം പാർട്ടിയിലെ ഒരു താത്വിക ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് എടുത്തു കൊടുക്കുക, അതേ സമയത്ത് ഏറ്റവും സാധാരണക്കാരായ തൊഴിലാളികളെ സംഘടിപ്പിക്കുക. ഇതൊന്നും വാസ്തവത്തിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് അതൊന്നും ഒരു പുത്തരിയല്ല. ഇവരെല്ലാം ഒരേ സമയത്ത് ഇതെല്ലാമാണ്. അവർ ഒരേ സമയം ഒരു ബുദ്ധിജീവികളാണ്. അവരേറ്റവും താഴേക്കിടയിലുള്ള പിന്നെ തൊഴിലാളികളുടെ ഇടയിലും ഏറ്റവും പാവപ്പെട്ടവരുടെ ഇടയിലും ജാതീയമായും സാമൂഹ്യമായും ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരുടെ ഇടയിലും ഒക്കെ പ്രവർത്തിക്കാൻ, പൂർണ്ണമായിട്ട് അവരിൽ ഒരാളായി പ്രവർത്തിക്കാനൊക്കെ ഒരു മടിയുമില്ലാതെ മുന്നോട്ട് വന്ന മനുഷ്യരായിരുന്നു ഇവരെല്ലാം. അതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തി. ഈ പ്രസ്ഥാനത്തിന് ഇന്നും കുറച്ചെങ്കിലും ഈ കേരളം പോലൊരു സ്ഥലത്ത് കരുത്തുണ്ടെങ്കിൽ അതെല്ലാം അതിൻ്റെയൊക്കെ നിക്ഷേപം ആ കാലത്തുണ്ടാക്കിയ മനുഷ്യർ ആ കാലത്ത് നൽകിയതാണ് എന്നുള്ളതിനെപ്പറ്റി ഒരു സംശയവുമില്ല. ഈ മദിരാശിയിലുള്ള വളരെ ദീർഘകാലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, ഈ 10-20 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷമാണ് 1957 അദ്ദേഹം EMS ആദ്യത്തെ മുഖ്യമന്ത്രിയാവുന്നു. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ നായകൻ. അങ്ങനെ ചരിത്രം സൃഷ്ടിച്ച ആ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കാൻ നിയുക്തനാവുന്ന EMS നമ്പൂതിരിപ്പാടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് മദിരാശിയിൽ നിന്ന് ശർമാജിയെ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ പ്രാധാന്യം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എത്ര വളരെ സുപ്രധാനമായ, അതായത് ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു അസാധാരണ മുഹൂർത്തത്തിൽ അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന, അതിൻ്റെ പതാകവാഹകരായി നിൽക്കാൻ
കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തിരഞ്ഞെടുത്ത ഈ നേതാക്കളിൽ EMS ആണെങ്കിൽ എങ്ങനെ, അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാർ, പക്ഷേ ആ നേതാവിൻ്റെ ഏറ്റവും വലിയ കരുത്തായിട്ട് അദ്ദേഹത്തിൻ്റെ തൊട്ട് പിന്നിൽ ഇദ്ദേഹം ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്ന് തീരുമാനിക്കണമെങ്കിൽ അത് മാത്രം തന്നെ മതി ശർമാജി ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിനുമൊക്കെ എത്ര പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അന്ന് എന്നുള്ളതിൻ്റെ തെളിവ്. പിന്നീട് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പതുക്കെ പിന്തിരിയുന്നതാണ് നമ്മൾ കാണുന്നത്. പാർട്ടി 60കളിലൂടെ 64 മുമ്പ് തന്നെ പിളർന്നു. അതോടുകൂടി ഏതെങ്കിലും ഒരു തീർച്ചയായിട്ടും CPIയോടാണ് അദ്ദേഹം ആഭിമുഖ്യം പുലർത്തിയതെങ്കിലും സജീവ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഗാന്ധിജിയും മറ്റും പറയുന്ന ഒരു കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, പാർട്ടി രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു ഒരു നിർമ്മാണ പ്രക്രിയകളിൽ സമൂഹത്തിനെ നിർമ്മിക്കുക, സമൂഹത്തിലെ സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ എങ്ങനെ സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക എന്നുള്ള ഒരുപക്ഷെ പല രാഷ്ട്രീയ പ്രവർത്തകർക്കും അത്രയൊന്നും താല്പര്യമില്ലാത്ത, കാരണം അവിടെ അധികാരമോ പദവികളോ സ്ഥാനമാനങ്ങളോ അതിൻ്റെ ഭാഗമായി വരുന്ന അഴിമതിയുടെ അതൊക്കെ കൂടുതലും അടുത്ത കാലത്താണ്, സാധ്യതകളോ ഒന്നുമില്ലാത്ത ഒരുതരം പൂർണ്ണമായി ഒരു നിസ്വാർത്ഥ സേവനം ആവശ്യപ്പെടുന്ന വളരെ ദീർഘമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സമൂഹത്തിനെ ഉള്ളിൽ നിന്ന് പുനർനിർമ്മിക്കുക എന്നുള്ള ഒരു വലിയ കർമ്മം ഏറ്റെടുക്കുകയാണ് അദ്ദേഹം പിന്നീട് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി പല തലത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ അറിയാവുന്നവരാണ് അദ്ദേഹം സംഗീതത്തിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം. അദ്ദേഹം പിന്നീട് ഇപ്പോൾ ഈ MBA സ്ക്വയർ ഇന്ന് ഇപ്പോഴും ഇത്രയും വർഷം 29 വർഷത്തിന് ശേഷവും ഇത്ര അതിമനോഹരമായി പാടുന്ന ആ പാട്ട് നമുക്ക് കേൾക്കുന്നതിന് ഒരു വഴി ഉണ്ടായതിൻ്റെ പിന്നിൽ ശർമാജിയുടെ സംഭാവന അതിപ്പോഴും 30 വർഷം 3 ദശാബ്ദത്തിനോട് അടുത്തെത്തുമ്പോഴും ആ സംഗീതം ഇപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ സാംസ്കാരിക രംഗത്ത് അദ്ദേഹം നടത്തിയ സംഭാവന, അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദവും ബന്ധവും അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഒരു പ്രത്യേക സൗഹൃദമാണ് അദ്ദേഹത്തിന് കുട്ടികളുമായിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കുടുംബാംഗം പോലെ തന്നെയായിരുന്നു ശർമാജി. അമ്മാവൻ ഞങ്ങളെ വിളിച്ചിരുന്ന ശർമാജി. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളുടെ ഒരു സ്വഭാവം അങ്ങനെയായിരുന്നു. അവിടെ രക്തബന്ധത്തിനല്ല പ്രാധാന്യം, അവിടെ രാഷ്ട്രീയ ബന്ധങ്ങൾക്കായിരുന്നു ബന്ധം. ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്നറിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചോദിക്കാനില്ല. അവർ നിങ്ങളുടെ സുഹൃത്താവും, നിങ്ങളുടെ രക്ഷകനാണ്, നിങ്ങളുടെ ബന്ധുവാണ്, നിങ്ങളുടെ എല്ലാമാണ്. പലരും ചോദിക്കാറുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ എങ്ങനെയാണ് ഇത്രയധികം കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ തന്നെ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ കുടുംബത്തിൽ പറയുകയാണെങ്കിൽ ഇദ്ദേഹമുണ്ട്, ശർമാജി, ഉണ്ണിരാജ, ജോർജ് ചടയമുറി, അങ്ങനെ എത്ര പേര്, ശങ്കരനാരായണൻ തമ്പി, കെ മോഹനൻ, ഇങ്ങനെ തോപ്പിൽ ഭാസി, ഇവരെല്ലാവരും പല രീതിയിൽ ബന്ധപ്പെട്ട ഒരു വലിയ എക്സ്റ്റെൻഡഡ് ഫാമിലി. ഞങ്ങളുടെ കുടുംബത്തിലും ഇങ്ങനെ കുറേ അധികം കമ്മ്യൂണിസ്റ്റുകാരുടെ കുടുംബം. പലരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ്. വാസ്തവത്തിൽ പല കാരണം. ഒന്ന് ഇതാണ്, കാരണം അന്ന് കമ്മ്യൂണിസ്റ്റ് ആണ് എന്നറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജാതി നോക്കണ്ട, മതം നോക്കണ്ട, സമ്പത്ത് നോക്കണ്ട, നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ അംഗീകരിക്കപ്പെടുന്ന, ഞങ്ങളുടെ മൂല്യങ്ങളുമായി പൂർണ്ണമായിട്ടും സമരസപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്ന ഒരു കാലം. രണ്ടാമത്തെ ഒരു തമാശ പോലെ പറയുകയായിരുന്നു, MN ഗോവിന്ദൻ മറ്റും പറയുന്ന തമാശ. നിങ്ങൾ പലപ്പോഴും ആലോചിക്കാറുണ്ടോ, ഇത് മറ്റേ ആ മന്ത്രിയുണ്ട്, ഈ മന്ത്രിയുടെ കുടുംബത്തിൽ, ഇതിന് മന്ത്രിമാരെ നോക്കി കല്യാണം കഴിച്ചതല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ നർമ്മത്തോടെ പറഞ്ഞതാണ്, അതൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അറിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ പെണ്ണ് കൊടുക്കുകയുള്ളൂ കുടുംബത്തിൽ. അതുകൊണ്ടാണ് അവർ കമ്മ്യൂണിസ്റ്റുകാരുടെ കുടുംബങ്ങളിൽ തന്നെ കല്യാണം കഴിക്കുന്നത്. കാരണം വളരെ അപകടകരമായി ജീവിക്കുന്ന, നാളെ നിങ്ങൾ ജയിലിലാവുമോ, നിങ്ങൾ തൂക്കിക്കൊല്ലപ്പെടുമോ, അല്ലെങ്കിൽ നിങ്ങൾ അടികൊള്ളുമോ, നിങ്ങൾ റോഡ് തെരുവിലാകുമോ എന്നൊന്നും അറിയാത്ത കാലമാണ്. അപ്പോൾ ആരാണ് ധൈര്യമായിട്ടൊരു ഒരു വീട്ടിലെ ഒരു കല്യാണത്തിന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ തിരഞ്ഞെടുക്കുക? പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർ അധികാരികളൊക്കെ ആയപ്പോൾ, അധികാരത്തിലേക്ക് വന്നപ്പോൾ ഒരുപാട് അധികാരികളും മന്ത്രിമാരും ഒക്കെ. അപ്പോൾ ഒരു കുടുംബത്തിൽ ഇത്രയധികം മന്ത്രിമാരും മറ്റുമൊക്കെ ഉണ്ടാവുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുള്ള കാലത്ത് ഒന്നിച്ച് നടന്നവരായതുകൊണ്ട് മാത്രമാണെന്ന് MN പറഞ്ഞിരുന്ന ഒരു തമാശ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഉള്ള ഒരു ബന്ധം ശർമാജിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കുടുംബത്തിലെ ഇവരുമായിട്ടൊക്കെയുള്ള സൗഹൃദം ഞങ്ങൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടു വളർന്നതാണ്. ശർമാജി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ കാര്യം മറ്റുള്ള നേതാക്കന്മാർക്കൊന്നുമില്ലാത്ത, ഒരുപക്ഷെ AKGക്ക് മാത്രമേ അങ്ങനെ കാണാറുള്ളൂ. വേറെ നേതാക്കന്മാരൊന്നും അങ്ങനെ കുട്ടികളുമായിട്ടൊന്നും വലിയ സൗഹൃദമൊന്നും ഉണ്ടാക്കുന്നവരല്ല. പക്ഷേ AKGയെ പോലെ തന്നെയായിരുന്നു ശർമാജി.
എന്താണ് നിങ്ങൾ വായിക്കുന്നത്, ഏത് പാട്ടറിയാം, എന്താ ഇന്നലെ വായിച്ച പുസ്തകം, ഇങ്ങനെയുള്ള ഒരുപാട് രസമൊക്കെ. അപ്പോൾ കുട്ടികൾക്ക് വാസ്തവത്തിൽ ഏറ്റവും അടുപ്പമുള്ള നേതാക്കന്മാരിൽ ഒരാൾ അന്നത്തെ കാലത്ത് ശർമാജിയായിരുന്നു. ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി തങ്കച്ചിച്ചി എന്ന് വിളിക്കുന്നത് ഞങ്ങൾ 1960-കളിൽ ചിറ്റൂർ ആയിരുന്നു എൻ്റെ അമ്മ. ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ അന്ന് അച്ഛൻ ജയിലിലാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് പിന്നെ ചൈന ചാരൻ എന്നപ്പോൾ പാർട്ടി പിളർന്ന് രണ്ട് പക്ഷമായി പൂർണ്ണമായിട്ടും ഭയങ്കര ശത്രുതയാണ് പരസ്പരം. അന്ന് ഞങ്ങൾ അമ്മ അന്ന് ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ ലെക്ചററാണ്. ഞാനും എൻ്റെ അനിയത്തി അന്ന് പാർവതിക്ക് 1 വയസ്സോ മറ്റുണ്ട്. ഞങ്ങൾ എൻ്റെ അമ്മുമ്മ, എമ്മൻ്റെ ചേച്ചി, ഇവരെല്ലാവരുമായിട്ട് ഞങ്ങൾ മാത്രമായിട്ട് കഴിയുന്നൊരു വീടാണ് അവിടെ. അന്ന് അവിടെ പിന്നെ തങ്കച്ചേച്ചിക്ക് അന്ന് ചിറ്റൂർ കോളേജിൽ, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, ചിറ്റൂർ കോളേജിൽ ഒരു ട്രാൻസ്ഫർ വരികയും അത് ഞങ്ങളുടെ വീട്ടിലാണ് അന്ന് താമസിച്ചത്. അപ്പോൾ CPM അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അതിലില്ല. ആ പഴയ സൗഹൃദത്തിൻ്റെ, ആ പഴയ കമ്മ്യൂണിസ്റ്റ് ബന്ധത്തിൻ്റെയും അത് ഇവരുമായിട്ടൊക്കെ അങ്ങനെയായിരുന്നു. കാരണം ഇവരൊക്കെ അങ്ങേയറ്റം പാർട്ടി പിളർന്നപ്പോഴും ഇവർ തമ്മിൽ യാതൊരു വ്യക്തി വിദ്വേഷവും ഒരല്പം പോലും ഇവർ തമ്മിൽ ഇവരൊരു ചെറിയൊരു കറ പോലും ഇവരുടെ ബന്ധങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. അതിശക്തമായി വിമർശിക്കുമ്പോൾ തന്നെ അതിനെപ്പറ്റി ഒരു തമാശ തന്നെ ഉള്ളത്, അച്ഛൻ റോസ് ഹൗസിൽ PK മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അച്ഛൻ റോസ് ഹൗസിൽ വന്ന് താമസിക്കും. അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലല്ലേ, അവിടെ അല്ലാതെ വേറെ അടുത്താണ് അവിടെ താമസിക്കുക. അന്ന് ഞങ്ങൾ എറണാകുളത്താണ്. അവിടെ ഇരുന്നുകൊണ്ട് CPM ഇടതുപക്ഷ ഐക്യം ഒന്നും വന്നിട്ടില്ല. അതിനു മുമ്പാണ് മുഖ്യമന്ത്രിയായിരുന്ന കുറച്ചു കാലം. അവിടെ ഇരുന്നുകൊണ്ട് ദേശാഭിമാനിയിൽ മുഖപ്രസംഗം, അതിശക്തമായ വിമർശനം എഴുതി PKയുടെ വീട്ടിൽ PKയുടെ സ്റ്റാഫിനെ തൻ്റെ കയ്യിൽ തന്നെ കൊടുത്തയച്ച് ദേശാഭിമാനിയിൽ കൊടുത്തയക്കാറുണ്ടായിരുന്നു എന്നുള്ളൊരു തമാശയ്ക്ക് അന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതൊന്നും അവരെ വ്യക്തിബന്ധങ്ങളിലൊന്നും, കാരണം ഒരുപാട് ഉറച്ച ബന്ധങ്ങളാണത്. ഒരുപാട് ദുരിതങ്ങളിലൂടെ, ഇല്ലായ്മകളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, പീഡനങ്ങളിലൂടെ കടന്നു വന്ന് അങ്ങനെ ഉറച്ച ബന്ധമാണ്. അതൊരു പാർട്ടി പിളർപ്പിലും മറ്റും അതിനെ തകർക്കാൻ കഴിയാത്തതുള്ള ബന്ധമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആ വ്യക്തിബന്ധങ്ങൾ അങ്ങനെ 60-കളിൽ മിസസ് ശർമാജി ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചതൊക്കെ എനിക്കിപ്പോഴും വാസ്തവത്തിൽ ഓർമ്മയുണ്ട്. എനിക്ക് 5 വയസ്സേ ഉള്ളൂ, എന്നാലും വളരെ കൃത്യമായ ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ അടുത്ത വ്യക്തിബന്ധം ഉള്ള ഒരു കുടുംബാംഗം തന്നെയാണ് ശർമാജി. അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ, ശാന്തിച്ചേച്ചി പറഞ്ഞതുപോലെ, കാര്യവട്ടത്തെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ 80-കളുടെ ആദ്യമാണ് സൈലന്റ് വാലി സമരം. സൈലന്റ് വാലിയൊക്കെ ആവുന്നതേ ഉള്ളൂ. കേരളത്തിൽ പരിസ്ഥിതി ബോധം എന്നുള്ളത് വളരെ വളരെ പരിമിതമായിരുന്നൊരു കാലമാണ്. സൈലന്റ് വാലിയാണ് വാസ്തവത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തിൽ ആദ്യമായിട്ടൊരു ജനകീയ പരിസ്ഥിതി പ്രസ്ഥാനം ആധുനിക കാലത്ത് ഉണ്ടാക്കിയത്. അന്ന് അത് പൊട്ടിത്തെറിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഡോക്ടർ സതീഷ് ചന്ദ്രനും ഈ ശാന്തി ചേച്ചി, ഇവർ രണ്ടുപേര് വളരെ ഒറ്റപ്പെട്ട 2 മനുഷ്യരായിട്ട്, ഇവർ രണ്ടുപേരും ഒന്നിച്ചാണെങ്കിൽ ഇവരൊരു അസാധാരണമായ 2 മനുഷ്യരാണ്. പരിസ്ഥിതിയെക്കുറിച്ച് തന്നെ പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന 2 മനുഷ്യർ. അന്ന് ഞങ്ങളുടെ ക്ലാസ്സിലെ, ഞാനല്ല, എന്നെക്കാട്ടിലും ഇതിനെപ്പറ്റിയൊക്കെ കൃത്യമായ താല്പര്യം ഉണ്ടായിരുന്ന 1-2 പേർ, നേരത്തെ കൊച്ചു പറഞ്ഞ പോലെ സെബാസ്റ്റ്യൻ്റെ കാര്യം പറഞ്ഞു, സെബാസ്റ്റ്യൻ, മാമൻ, ഇവരങ്ങനെ കാര്യവട്ടത്തെ ക്യാമ്പസിൽ ആദ്യമായി സൈലന്റ് വാലി വിരുദ്ധ ഒരു സംഘടന രൂപം കൊള്ളുകയും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ കർത്തൃത്വം വാസ്തവത്തിൽ ഇവർക്ക് 2 പേർക്കും വരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെപ്പോലെയുള്ള അവർക്ക് ഒരു ഈ പരിസ്ഥിതി സംബന്ധിച്ച ഒരു കാഴ്ചപ്പാട്, ഒരു വീക്ഷണം സൃഷ്ടിച്ചു തരുന്നതിൽ വീണ്ടും ഞാൻ ആ ബന്ധം, ഒരു തലമുറ കഴിഞ്ഞുണ്ടായ ബന്ധത്തിനെക്കുറിച്ച് പറയുക, അതിൽ വലിയ സംഭാവന ചെയ്തവരാണ്. അത് വളരെ ഒരു പ്രത്യേകതരം ഒരു അവസ്ഥയായിരുന്നു അന്ന്. CPM ഒരുപോലെ സൈലന്റ് വാലി പ്രോജക്റ്റിന് അനുകൂലമാണ്. CPI ഒരുപക്ഷെ കൂടുതൽ, കാരണം CPI അന്ന് ഭരിക്കുകയായിരുന്നു. വളരെ ഉദ്ബുദ്ധരായിട്ടുള്ള നേതാക്കന്മാർ പോലും വലിയ വലിയ അബദ്ധങ്ങൾ പ്രസ്താവിച്ചിരുന്ന ഒരു കാലമാണ്. സൈലന്റ് വാലി പ്രോജക്റ്റ് വന്നാൽ വലിയൊരു തടാകമുണ്ടാകും, അവിടെ കിളികൾക്ക് വന്ന് വെള്ളം കുടിക്കാം, മൃഗങ്ങൾക്ക് വന്ന് വെള്ളം കുടിക്കാം എന്നൊക്കെ പറഞ്ഞ വളരെ സമർത്ഥരായിട്ടുള്ള നേതാക്കന്മാർ പോലും ഉണ്ടായിരുന്നു അന്ന്. അതിനകത്ത് ബിനോയ് വിശ്വൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സ്മരണികയിലുള്ളത്, ശർമാജി ഒരുപക്ഷെ ഈ ഔപചാരികമായിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഈ പരിസ്ഥിതി ബോധം, പരിസ്ഥിതിയുടെ പ്രാധാന്യം ആദ്യം തിരിച്ചറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളാണ് ശർമാജി ആയാലും ആശാനായാലും. എൻ്റെ അച്ഛനും ഈ സൈലന്റ് വാലി, മാർക്സ് പറഞ്ഞാലും ഞാൻ സൈലന്റ് വാലിക്ക് അനുകൂലിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടൊരു നടപടി
നേരിട്ട ഒരാളാണ് 1980. അങ്ങനെ വളരെ ചുരുക്കം പേർ മാത്രമാണ് കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു പുതിയ ലോകവീക്ഷണത്തിൻ്റെ, ഒരു പുതിയ അറിവിൻ്റെയും ഒക്കെ ഒരു മേഖലയായിരുന്നു. അതിൽ നിന്ന് അവർ ഒരുപാട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന ഒരു പരിധിവരെയെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാരെങ്കിലും ഇതിനെക്കുറിച്ചുള്ളൊരു ബോധം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ ശർമാജിയുടെ മറ്റൊരു സംഭാവന അതാണ്. ശർമാജി വിദ്യാഭ്യാസ രംഗത്ത്, സംഗീത രംഗത്ത് ഒക്കെ നമ്മൾ പറഞ്ഞു, രാഷ്ട്രീയം, സാമൂഹ്യ രാഷ്ട്രീയം, തൊഴിലാളി രാഷ്ട്രീയം, വിദ്യാർത്ഥി രാഷ്ട്രീയം ഒക്കെ അപ്പുറത്ത് കേരളത്തിലെ ഈ പരിസ്ഥിതി ബോധം രൂപപ്പെടുത്തുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ബിനോയ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അത് വളരെ വലിയ അഭിമാനകരമായ ഒന്നാണ്. ഞങ്ങളുടെ പല നേതാക്കൾക്കും അന്ന് ഇല്ലായിരുന്ന ഒരു കാര്യം അന്ന് കുറേ പേർക്കെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളതിനും ആ നേതാക്കന്മാരുടെ പിന്നാലെ നടന്നവരാണ് അതിലൊരാളാണ് ഞങ്ങൾ, അല്ലെങ്കിൽ നടക്കുന്നവരാണ് ഞങ്ങൾ എന്നുള്ള അഭിമാനമുണ്ട് എന്ന് ബിനോയ് ഈ സ്മരണികയിൽ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ശർമാജിയുടെ മറ്റൊരു സംഭാവന അധികം പേർക്കറിയാത്ത, എനിക്കന്ന് ഈ വായിച്ചതിന് ശേഷമാണ് മനസ്സിലായത്, അദ്ദേഹം ഇതിനൊക്കെ പുറമെ ഈ സാംസ്കാരിക പ്രവർത്തനത്തിനും വിദ്യാഭ്യാസ പ്രവർത്തനത്തിനും തൊഴിലാളി രാഷ്ട്രീയ പ്രവർത്തനത്തിനൊക്കെ അപ്പുറത്ത് അദ്ദേഹം കേരളത്തിലെ വ്യവസായവൽക്കരണത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്നുള്ളത് അധികം പേർക്ക് കൃത്യമായ ബോധമില്ലാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ 1970-കളിൽ എൻകോസ്, മീക്കോസ് എന്നൊക്കെ പറഞ്ഞ് തൊഴിലാളികളെ തന്നെ ഉടമസ്ഥരാക്കുന്ന, കാരണം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലാളി സമരങ്ങളാണ്, നിക്ഷേപ വിരുദ്ധ മനോഭാവമാണ്. 70-കളാണ് സമരങ്ങളുടെ തീച്ചൂളയായിരുന്ന ഒരു കാലമാണ്. പലതരത്തിലുള്ള സമരങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ആക്ഷേപം അന്ന് ഈ കേരളത്തിലെ വ്യവസായം കൊണ്ടുവരാത്തതിൻ്റെ, നിക്ഷേപം വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തൊഴിലാളികളാണ്, തൊഴിലാളി പ്രസ്ഥാനമാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്, സമരക്കാരാണെന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ വളരെ വിപ്ലവകരമായ ഒരു ശ്രമമായിരുന്നു അന്ന് തൊഴിലാളികളുടെ ഉടമസ്ഥതയിൽ തന്നെ ഒരു നെറ്റ്വർക്ക് ഓഫ് ഇൻഡസ്ട്രീസ്, കേരളം മുഴുവൻ ഒരു പരമ്പര, ഒരു ശൃംഖല തന്നെ വ്യവസായ സഹകരണ അടിസ്ഥാനത്തിലുള്ള വ്യവസായ സംരംഭങ്ങളുടെ, അതാണ് എൻകോസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ഇങ്ങനെ പലതും ഒരു വലിയ പരിധി വരെ മുന്നോട്ട് പോയി, പക്ഷേ പല കാരണങ്ങളാൽ അത് പരാജയപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഒരു പ്രധാന പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസറായിരുന്ന, അല്ലെങ്കിൽ സ്പെഷ്യൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന TK നായർ അത് വളരെ കൃത്യമായി, അദ്ദേഹം പിന്നെ KSIDCയുടെ MD ഒക്കെ ചെയർമാനൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് കേരളത്തിലെ വ്യവസായ പ്രവർത്തനത്തെക്കുറിച്ച് നല്ല അറിവുള്ള ആളാണ്. അദ്ദേഹം അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിലെങ്ങനെയാണ് ശർമാജി ഇങ്ങനെ ഒരു പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പക്ഷേ അതൊരു അല്പം സാഹസികമായ ഒരു ആശയമായിരുന്നു കാണും, ടു റൊമാൻറ്റിക് ആൻ ഐഡിയ എന്നാണ് അദ്ദേഹം തന്നെ ഇതിനകത്ത് പറയുന്നത്. പക്ഷേ ഈ വിപ്ലവകാരികൾ റൊമാൻറ്റിക്കുകളാണല്ലോ, ഇൻകൊറിജിബിൾ ആയിട്ടുള്ള റൊമാൻറ്റിക്കുകളാണ്. അവരെല്ലാ കാലത്തും കാൽപ്പനികരാണ്, അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇങ്ങനെ വിപ്ലവകാരികളാവാൻ പറ്റില്ല. അതിലൊരാളാണ്. അപ്പോൾ അതിനെ അടൂർ ഗോപാലകൃഷ്ണ ലേഖനത്തിലും അത് കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം അല്പം വിമർശന സ്വരത്തോടെയാണ്. ചിത്രലേഖ ഫിലിം സൊസൈറ്റിയെ കൂടി ഇതിന് ഉൾപ്പെടുത്താൻ അദ്ദേഹം അടൂരിന് ആഗ്രഹിച്ചു. അങ്ങനെ പലതവണ ശർമാജിയെ അതിലൊരു ആകർഷണമാക്കാൻ ശ്രമിച്ചു. പക്ഷെ ശർമാജി എന്തുകൊണ്ടോ അതിൽ തൽപരനായില്ല എന്നൊരല്പം പരിഭവത്തോട് തന്നെ അടൂർ ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. കാരണം പലതവണ ശ്രമിച്ചിട്ടും ശർമാജി ഈ ചിത്രലേഖയ്ക്ക് സഹായം ചെയ്യാൻ, ഈ പ്രോജക്റ്റിൻ്റെ കീഴിൽ സഹായം ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളത് ഒരു പരിഭവത്തോടെ പറയുന്നത്. പക്ഷേ അതിനുശേഷം എങ്ങനെ തനിക്ക് താല്പര്യം ഉണ്ടായിരുന്നിട്ടില്ലാത്തൊരു മനുഷ്യനെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ വലിയ സുഹൃത്തായി, അദ്ദേഹം ഈ ലെനിൻ ബാലവാടിയുടെയും ഈ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ വളരെ വലിയ സഹകാരിയായി മാറി എന്നുള്ളത് അടൂർ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റെനൈസൻസ് പേഴ്സണാലിറ്റി. ഒരേ സമയത്ത് ഇങ്ങനെ ഒരുപാട് സർവ്വതല സ്പർശി, മനുഷ്യനന്യമായ ഒന്നുമില്ല എന്ന് പറഞ്ഞ്, മനുഷ്യനന്യം അല്ലാത്ത എല്ലാ കാര്യത്തിലും ഞാൻ തൽപരനാണ് എന്ന് ഉള്ള പ്രശസ്തമായ വചനം പോലെ, ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഒരു വശത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ വിദേശ കോയ്മയ്ക്കെതിരെ സമരം ചെയ്യുക, രാജ്യത്തെ കുത്തക മുതലാളിത്തത്തിനെതിരെ സമരം ചെയ്യുക, അതിനെതിരെ പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, അതോടൊപ്പം ജനങ്ങളെ കൂടുതൽ ശക്തരാക്കുക, മാനസികമായിട്ടും സാംസ്കാരികമായിട്ടും വ്യാവസായികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ ശക്തരാക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു നിത്യമായിട്ടുള്ള ഒരു തപസ് പോലെ, തപസ് പറഞ്ഞാൽ ആക്റ്റീവ് തപസ്, പ്രവർത്തിക്കാത്ത തപസ്സല്ല, ഇങ്ങനെ നിരന്തരമായി പ്രവർത്തിക്കുക. ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം എന്നറിഞ്ഞുകൊണ്ട് തന്നെ, അത് പലരും അങ്ങനെയാണ്, പല വിപ്ലവകാരികളും അങ്ങനെയാണ്, പരാജയപ്പെട്ടേക്കാം, പക്ഷെ എന്നെക്കൊണ്ട് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിറങ്ങുന്നവരാണ് വിപ്ലവകാരികളേറെ. അങ്ങനെ ഒരു വിപ്ലവകാരിയാണ് നമ്മൾ ഇന്ന് ഓർക്കുന്നത്.
അതിനുശേഷമാണ് അദ്ദേഹം ഈ പീസ്, സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം, ലോക സമാധാനത്തിന് വേണ്ടി, ഇന്ത്യ സോവിയറ്റ് സൗഹൃദത്തിന് വേണ്ടി, ഇന്ത്യ സോവിയറ്റ് സൗഹൃദത്തിൻ്റെ രാജശില്പി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ചൊരു ലേഖനം ഈ സ്മരണികയിലുള്ളത്. അപ്പോൾ ആ സൗഹൃദത്തിൻ്റെ അത് സോവിയറ്റ് യൂണിയനെ പറ്റി പല കുഴപ്പങ്ങളും നമ്മൾ അറിയാത്ത കാലമാണെന്ന് ഇന്ന് നമ്മൾ തിരിച്ച് സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എല്ലാം ഗംഭീരമായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമാണ്. അത് തെറ്റാണ് എന്നുള്ളത് തിരിച്ചറിയുകയും അത് തെറ്റാണെന്ന് സമ്മതിക്കുകയും ചെയ്യേണ്ടത് നമ്മളുടെയൊക്കെ, അല്ലെങ്കിൽ അതിനെ ആത്മാർത്ഥമായിട്ട് ഇക്കാര്യങ്ങൾ നോക്കുന്നവർ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ആ സമയത്ത് ഒരുപക്ഷെ ഭാഗികമായ അറിവുകൾ മാത്രം ഉണ്ടായിരുന്നത് കൊണ്ടാണെങ്കിലും അങ്ങനെ ഒരു വലിയ ലക്ഷ്യം, അതിൻ്റെ ലക്ഷ്യം വളരെ കോൾഡ് വാറിൻ്റെ കാലത്താണ്, ശീതയുദ്ധം നടക്കുന്ന കാലത്താണ്. ആ സമയത്ത് സമാധാനത്തിൻ്റെ ചേരി, അല്ലെങ്കിൽ നോൺ അലൈൻഡ് രാഷ്ട്രങ്ങളുടെ ചേരി, വികസ്വര രാജ്യങ്ങളുടെ ചേരി, ഇവരെയൊക്കെ സഹായിച്ചത് എല്ലാ കുഴപ്പങ്ങൾക്കും അപ്പുറത്ത് സോവിയറ്റ് യൂണിയൻ തന്നെയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോവിയറ്റ് യൂണിയനിൽ എല്ലാ കുഴപ്പങ്ങളും ഉള്ളപ്പോഴും, സ്വാതന്ത്ര്യ വിരുദ്ധ, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോഴും, ആഗോളതലത്തിൽ എല്ലാത്തരം ഇങ്ങനെയുള്ള അതിസാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ദുർബലരായിട്ടുള്ള രാഷ്ട്രങ്ങളുടെ പ്രസ്ഥാനങ്ങളെ സഹായിച്ചതും പിന്തുണ നൽകിയതും സോവിയറ്റ് യൂണിയൻ തന്നെയായിരുന്നു. അപ്പോൾ ആ സോവിയറ്റ് ഇന്ത്യ സൗഹൃദത്തിൻ്റെ വേണ്ടി അദ്ദേഹം സ്വയം ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പിൽക്കാല ജീവിതത്തിൽ ഇങ്ങനെ ഒരുപക്ഷെ അതിനിടയ്ക്ക് പ്രസാധന രംഗത്തിറങ്ങുന്നുണ്ട്. അദ്ദേഹം പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഇങ്ങനെ വാസ്തവത്തിൽ ഇതാണ് മനുഷ്യർ അത്ഭുതപ്പെട്ടു പോകുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ പണ്ട് പലരും ഗാന്ധിജിയെ പറ്റിയൊക്കെ പറഞ്ഞു, ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് തലമുറ അത്ഭുതം കൂറുമെന്ന് ഐൻസ്റ്റൈൻ ഗാന്ധിയെ പറ്റി പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടായിരുന്നു. ഒരേ സമയത്ത് ഇങ്ങനെ എല്ലാം ചെയ്യുക. അതേ സമയത്ത് പുസ്തക വായനകളായാലും അതിൻ്റെ പ്രചരണത്തിനായാലും ഇതെല്ലാം എല്ലാവരും നമ്മളൊക്കെ ഇന്നിപ്പോൾ പരാതിപ്പെടുന്ന നമുക്ക് അവിടെ സമയമില്ല ഒരു കാര്യത്തിന്, നമുക്ക് ആകപ്പാടെ അതുണ്ട് ഇതുണ്ട്. പക്ഷെ ഇവരൊക്കെ എവിടെ നിന്നാണ് ഈ സമയം കണ്ടെത്തിയത്? 24 മണിക്കൂറേ അവർക്കും ഉണ്ടായിരുന്നുള്ളൂ. ഈ 24 മണിക്കൂറിൽ അവരെന്തൊക്കെ ചെയ്തു കൂട്ടി. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ പരിമിതിയാണ് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ എന്നുള്ള വ്യക്തമാണ്. ഇത് വളരെ കേരളത്തിലെ, ഇന്ത്യയിലെയും ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ ഈ യോഗം കൂടുന്നത്. ഒരു സ്ഥലത്ത് ഒരു പ്രധാനപ്പെട്ട മാറ്റം സ്വാതന്ത്ര്യത്തിന് ശേഷം കാണുന്നത് മതാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയത്തിന് കിട്ടുന്ന ഭയപ്പെടുത്തുന്ന മേൽക്കൈയാണ്. ഇതിനെതിരായിട്ടായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയം മുഴുവൻ ഒരു നൂറ്റാണ്ടോളമോ അതിലേറെയോ പ്രവർത്തിച്ചത്. മതത്തിൻ്റെ വ്യത്യാസമില്ലാത്ത, വർഗത്തിൻ്റെ ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ ഒന്നും വ്യത്യാസമില്ലാതെ ഇന്ത്യ ഒന്നിച്ചു നിൽക്കണം എന്ന ആശയത്തിനെ അനുഗമിക്കുന്ന അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് വയ്ക്കുന്ന ആയിരുന്നു ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം. അതിനുശേഷമുള്ള ദേശീയ പ്രസ്ഥാനം, മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനമല്ല. പക്ഷേ ഇപ്പോൾ നാം കാണുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ഒരു നൂറ്റാണ്ടിലോട് അടുക്കുന്ന സമയത്ത് കാണുന്നത് അതിന് വിരുദ്ധമായ അപകടകരമായിട്ടുള്ള സൂചനകളാണ്. മതമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന, പ്രചരിപ്പിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രതിഭാസം, കൂടുതൽ ഹെജിമണി, കൂടുതൽ ആധിപത്യം നേരിടുന്ന ഒരു കാലമാണിത്. കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിലെ ഇടതുപക്ഷം അധികാരത്തിലില്ലാത്ത ഒരു കാലം ഈ 50 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇടതുപക്ഷം ഒരു സംസ്ഥാനത്തും അധികാരത്തിലില്ലാതെ വരുന്ന ഒരു കാലം. ഇടതുപക്ഷം പാർലമെൻ്ററി തലത്തിലെങ്കിലും ഏറ്റവും ദുർബലമായിരിക്കുന്ന, അതായത് പ്രത്യേകിച്ച് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ 100ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന, 100ാം വർഷത്തിൻ്റെ കാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാലത്ത് വാസ്തവത്തിൽ വളരെ നിരാശാജനകമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അത് പാടില്ല, നിരാശ പാടില്ല എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും ഒട്ടും ആവേശകരമായിട്ടുള്ള കാഴ്ചകളല്ല കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ഒരു വലിയ പരിധിവരെ ഇടതുപക്ഷം തന്നെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇടതുപക്ഷത്തിൻ്റെ പുനരാലോചനകൾ, പുനർനിർമ്മാണം, സ്വയം ഒരു റീഇൻവെൻറ്റ് ചെയ്യാനും സ്വയം പുനർഭാവന, റീഇമാജിൻ ചെയ്യാനും ഒക്കെയുള്ള ഒരുപക്ഷെ അവസാനത്തെ, ഈ ഘട്ടത്തിലെങ്കിലും അവസാനത്തെ, ഒന്നും അവസാനിക്കുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. ഈ കാലം കടന്നു പോകും എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഈ വർത്തമാനകാലത്തിൽ വാസ്തവത്തിൽ ഒരു പുനർവിഭാവനം ചെയ്യാത്ത, ഒരു പുനരാലോചന ചെയ്യാത്ത, പുനർവിചിന്തനം ചെയ്യാത്ത, ആത്മവിമർശനം ചെയ്യാത്ത ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ആയുസ്സില്ല
ഒരു കാലത്തും ആയുസ്സുണ്ടാവില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഒരുപക്ഷെ ഇതുപോലെയുള്ള മനുഷ്യർ, ശർമാജിയെ പോലെയുള്ള, അല്ലെങ്കിൽ ശർമാജിയെ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ 89 വർഷം മുമ്പ് ആ അഞ്ചരക്കണ്ടി പുഴയുടെ തീരത്ത് ഒരു കൊച്ചു വായനശാലയിൽ വന്നുകൂടിയ മനുഷ്യരെ പോലെയുള്ള ഒരുപാട് മനുഷ്യരുടെ ഓർമ്മ, നേരത്തെ ശാന്തി ചേച്ചി പറഞ്ഞ ഓർമ്മയുടെ ആവശ്യം, ഓർമ്മ പ്രതിരോധമാണ്, ഓർമ്മ ഒരു റീഅഷ്വറൻസ് ആണ്, ഓർമ്മ ഒരു ശക്തിയാണ്, ഒരുപക്ഷെ സമരവുമാണ്. ആ ഓർമ്മ അതേ സമയത്ത് ഗതകാല സൗവർണകാലം ഓർത്തിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ പഴയ കാലത്തെ ഗ്ലോറിയും അല്ലെങ്കിൽ ആ നേതാക്കളും അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു, പക്ഷേ അവരുടെ ഓർമ്മയ്ക്കൊരു വലിയ തിരുത്തൽ ശേഷിയുണ്ട്. ആ ഓർമ്മയെ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന് മാത്രമല്ല, ഈ ഇന്ത്യ എന്ന ആശയത്തിന്, കേരളം എന്ന ആശയത്തിന് ഒക്കെ വളരെ പ്രധാനമാണ്. അതാണ് ഈ യോഗത്തിൻ്റെ ഒരു മനുഷ്യരെ 29ാം ചരമവാർഷികം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഉള്ള ഒരു രാഷ്ട്രീയ ആയിട്ടുള്ള ഒരു കാരണം. ഈ യോഗത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം, പ്രസക്തി ഈ ഓർമ്മപ്പെടുത്തലാണ്. ഈ ഓർമ്മപ്പെടുത്തൽ വിഷമിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലാണ്, നീറുന്ന ഓർമ്മപ്പെടുത്തലാണ്, നമ്മളെ തന്നെ വിമർശിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ കുറ്റം മുഴുവൻ ചാർത്തിയിട്ടോ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ കുറ്റം മുഴുവൻ ചാർത്തിയിട്ടോ കാര്യമില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്ന് എത്തിച്ചതിൽ എനിക്കും നിങ്ങൾക്കും നമ്മളെല്ലാവരും അടങ്ങുന്ന സമൂഹത്തിന് പങ്കുണ്ട്. ഒരു സമൂഹത്തിൽ അതിനുവേണ്ടി ഒരു സ്പേസ് ഉണ്ടാകുമ്പോഴാണ് ആ സ്പേസിൽ ഇങ്ങനെ ഒരു പ്രതിഭാസം വന്ന് ഉപവിഷ്ടമാകുന്നത്. അപ്പോൾ ഇതൊരു പുനരാലോചനയുടെയും വിമർശനത്തിൻ്റെയും പുനർഭാവനയുടെയും, ഒരുപക്ഷെ ശർമാജിയെപ്പോലെ മറ്റൊരു മനുഷ്യനെ നമുക്ക് ഈ സമയത്ത് ഓർക്കാനില്ല. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാളുകൾക്ക് വേണ്ടി, നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി ഓർക്കേണ്ട ഒരു മനുഷ്യൻ്റെയും ആ മനുഷ്യൻ്റെ ജീവിതത്തിനെയും വീണ്ടും വീണ്ടും ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് സ്വയം പുനർസമർപ്പിക്കാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. നന്ദി.